വെന്തുരുകുന്ന അമേരിക്കയിൽ ഐസ് കോരിയിട്ട് കോൾഡ് പാൽമറിൻ്റെ മിന്നും പ്രകടനം PSG-യെ തകർത്തെറിഞ്ഞ് ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി. വന്നവരെയെല്ലാം മുട്ടിടിപ്പിക്കുന്ന പ്രകടനം നടത്തിയ PSG-ക്ക് പക്ഷേ ഇംഗ്ലീഷ് വമ്പന്മാരായ ചെൽസിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. തോറ്റത് 1-2 ഗോളിനല്ല, എണ്ണം പറഞ്ഞ 3 ഗോളുകൾക്കാണ് PSG പരാജയപ്പെട്ടത്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രവചനങ്ങളെല്ലാം ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-ക്കൊപ്പമായിരുന്നു. കാരണം അത്രമേൽ മികച്ച പ്രകടനം നടത്തിയാണ് അവർ ഇവിടെ വരെ എത്തിയത്. എല്ലാ ടീമുകളെയും 1, 2, 3, 4 ഗോളുകൾക്ക് തറപ്പറ്റിച്ച് ഇതേവരെ ടൂർണമെൻറ്റിൽ വഴങ്ങിയത് ഒരൊറ്റ ഗോൾ മാത്രം. എന്നാൽ ചെൽസിക്ക് അവരുടെ വിമ്പൊന്നും കേൾക്കാൻ ടൈമുണ്ടായിരുന്നില്ല. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകളാണ് ചാമ്പ്യന്മാരുടെ വലയിൽ ചെൽസി നിക്ഷേപിച്ചത്. മത്സരത്തിൻ്റെ 22-ാം മിനിറ്റിൽ ഒരു തകർപ്പൻ ഗ്രൗണ്ടറിലൂടെ പാൽമർ ചെൽസി ആദ്യം മുന്നിലെത്തിച്ചു. 8 മിനിറ്റ് ആകും മുമ്പ് 30-ാം മിനിറ്റിൽ വീണ്ടും പാൽമറിൻ്റെ അതേ രീതിയിലുള്ള മനോഹരമായ ഗോൾ. 30 മിനിറ്റ് ആയപ്പോൾ PSG 2-0 പിന്നിൽ. മത്സരത്തിൻ്റെ 43-ാം മിനിറ്റിൽ പാൽമറിൻ്റെ അസിസ്റ്റിലൂടെ തന്നെ പെഡ്രോ വീണ്ടും ചെൽസിയെ മുന്നിലെത്തിച്ചു. പിന്നീട് തിരിച്ചടിക്കാൻ PSG ശ്രമങ്ങൾ നോക്കിയെങ്കിലും ഒന്നും സാധിച്ചില്ല. വീണ്ടും ഒരുപാട് അവസരങ്ങൾ ചെൽസിക്ക് രണ്ടാം പകുതിയിലും ലഭിച്ചു. ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് ചെൽസി സൂപ്പർ താരം കോൾ പാൽമറിനെ തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിക്കൊണ്ട് ചെൽസിയുടെ സാഞ്ചസിനെയും മികച്ച യുവതാരമായിക്കൊണ്ട് PSG-യുടെ ഡോയിനെയും തിരഞ്ഞെടുത്തു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.